റോഷൻ ആൻഡ്രൂസ് എന്ന സംവിധായകൻ്റെ മുൻ ചിത്രങ്ങളൊക്കെ കൃത്യമായൊരു മാർക്കറ്റ് വാല്യുള്ള താരങ്ങളെ തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു. ഈ ഒരു സിനിമയിലെത്തുമ്പോൾ മലയാളത്തിൻ്റെ ഒരു ട്രെൻഡും മലയാളത്തിൻ്റെ സമീപകാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലൊരു ഹീറോയിൻ ഓറിയൻറ്റഡ് സബ്ജക്റ്റും സിനിമകളും വലിയ രീതിയിൽ വിജയം കണ്ടിട്ടില്ല. ബോളിവുഡിൽ ഇപ്പോൾ വിദ്യാബാലൻ്റെയും കങ്കണ റണൗത്തിൻ്റെയും സിനിമകൾക്ക് അങ്ങനെ വലിയ സക്സസ് ഉണ്ട്. ഈ ഒരു മഞ്ജു വാര്യർ എന്നുള്ള ആക്ട്രസിനെ 14 വർഷങ്ങൾക്ക് ശേഷം ആൾക്കാർ ഇത്രമാത്രം ഡിമാൻഡ് ചെയ്യുന്നു. പിന്നെ ഈ പ്ലോട്ടിലുള്ള വിശ്വാസം, ഇത് രണ്ടും കൂടി ചേർന്നാണ് ഹൗ ഓൾഡ് ആർ യു ഉണ്ടായത്. ഞാൻ ഉദയനാരായണൻ കഴിഞ്ഞിട്ട് ചെയ്ത പടം നോട്ട്ബുക്കാണ്. അത് പുതിയ പിള്ളേരെ വെച്ച് ചെയ്തൊരു സിനിമയാണ്. മനസ്സിലായി. സെക്കൻഡ് ഫിലിം. താരങ്ങളില്ലായിരുന്നു അതിൽ. സുരേഷ് ഗോപി 2 ദിവസം വന്ന് അഭിനയിച്ച് പോയി എന്നല്ലാതെ ഒന്നുമില്ല. എപ്പോഴും റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെന്ന് പറയുന്നത്. ഇപ്പം ഈ ഓൾഡ് ആർ യുവിൻ്റെ ഒരു കഥയുണ്ടാക്കി ബോബി സഞ്ജയ് കൂടി ഇരുന്നു, ഞങ്ങൾ ആലോചിക്കുന്നു, ഞങ്ങൾ ഈ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നു. ഞങ്ങൾ ഈ സിനിമയെ ഞങ്ങൾ സമീപിക്കുമ്പോൾ ഇത് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നൊരു സിനിമ. ശരിക്കും ഒരു സിനിമ പ്രേക്ഷകൻ എന്ന് പറയുന്ന, ടു ബി ഫ്രാങ്ക്, എന്നെ സംബന്ധിച്ച് സെക്കൻഡറിയാണ്. എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്ന, സഞ്ജയ്ക്ക് കാണാൻ, ബോബിച്ചേട്ടന് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് അല്ലേ. ചില സിനിമകൾ കാണുമ്പോൾ അസൂയ തോന്നും, ഇതെനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു അസൂയ തോന്നാറുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ ഉണ്ടാകപ്പെടണം, അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടണം, സംവിധാനം ചെയ്യപ്പെടണം, എഴുതപ്പെടണം. അപ്പോൾ ഇത് ഞങ്ങൾ സ്വപ്നം കണ്ടൊരു സിനിമയാണ്. പിന്നെ ആ സ്വപ്നത്തിലേക്ക് പ്രേക്ഷകൻ വരണം. പ്രേക്ഷകൻ്റെ പിന്നാലെയല്ല പോകേണ്ടത്, പ്രേക്ഷകൻ ഈ സിനിമയുടെ പിന്നാലെയാണ് വരേണ്ടത്. അതാണ് മാറ്റം. നമ്മൾ പ്രേക്ഷകൻ്റെ പിന്നാലെ പോയി പ്രേക്ഷകൻ ഇതാണ് വേണ്ടത്, ഇന്ന സ്ഥലത്ത് അവൻ കൈയടിക്കും, ഇന്ന സ്ഥലത്ത് അവൻ്റെ സെൻറ്റിമെൻറ്റ്സ് വേണം, ഇന്ന സ്ഥലത്ത് അവന് ഹ്യൂമർ വേണം, ഇന്ന സ്ഥലത്ത് പാട്ട് വേണം എന്നുള്ളൊരു ഫോർമുലകൾ ഫോളോ ചെയ്യേണ്ടത് അത് ഒരു സിനിമയിലും ഞാൻ ചെയ്യാറില്ല, സഞ്ജയും ചെയ്യാറില്ല. ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നൊരു സിനിമ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിനിമ കാണും. ആ സിനിമയുടെ കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റിട്ടുമുണ്ട്, ചിലപ്പോൾ അത് വളരെയധികം സ്വീകരിക്കപ്പെടും. അത് ഉണ്ടാകാറുണ്ട്. പിന്നെ ഇതിൽ മഞ്ജു വാര്യരോടൊപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ആക്ടേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ USB എന്ന് പറയുന്നത് മഞ്ജു വാര്യറാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ മഞ്ജു നേരത്തെ പറഞ്ഞ പോലെ ഈ രഞ്ജിയേട്ടൻ്റെ സിനിമ പിന്നെ നടക്കുന്ന സമയത്തും ഞാൻ സഞ്ജു എപ്പോഴും പറയും, മഞ്ജു ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഫിലിം, ഇതാണ് ആദ്യമായിട്ട് വരേണ്ട സിനിമ, ഈ സിനിമയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അധികം വിശ്വാസമില്ലായിരുന്നു തുടക്കം. ഞങ്ങളെ വിശ്വാസമാണ്, അപ്പം ഇല്ല അത് എൻ്റെ വാക്കാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഫോഴ്സ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും വളരെ ഒരു എന്താ പറയുക, ഒരു ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞ് ഞങ്ങളുടെ ഭാഗ്യമാണത്. ഞങ്ങൾക്കിത് ആദ്യമായി കിട്ടിയത് ഞങ്ങളുടെ സ്വപ്നത്തിൻ്റെ ഭാഗ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപക്ഷെ ആ സിനിമ വന്നിരുന്നെങ്കിൽ ഇതിന് ഇത്രയും വാല്യൂ ഉണ്ടാകുന്ന പോലും എനിക്കറിയില്ല, സെക്കൻഡ് ഫിലിം എന്നുള്ള രീതിയിൽ. മഞ്ജു വാര്യരുടെ തിരിച്ചുവരവ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഞെട്ടിയൊരു കാര്യം, ഞാൻ ഇത്രയും സംഭവമാണെന്ന് കരുതിയിട്ടില്ല സത്യം പറഞ്ഞു. കാരണം അതെ, ഞാൻ എൻ്റെ ഭാര്യ ഭയങ്കര ആരാധിക്കാൻ ഇദ്ദേഹത്തിൻ്റെ. ഞാൻ അത്ര വലിയ ആരാധകൻ അല്ല. ഞാൻ നിരുപമയോട് എനിക്ക് ക്രഷുണ്ട്. നിരുപമ എന്ന് പറഞ്ഞ നടി, നിരുപമ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്നെ ഭയങ്കരമായിട്ട് ഒലച്ചിട്ടുണ്ട്. ഉദയഭാനുവിന് ശേഷം എന്നെ ഇത്രയും ഒലച്ച, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ ഡിസ്റ്റർബ്, കാരണം എപ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊക്കെ ഇവർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എൻ്റെ മനസ്സിൽ. അത് ഉദയഭാനുവിന് ശേഷം എന്നെ, ഇപ്പോൾ ഈവൻ സേറ എലിസബത്തോ ആൻ്റണി മോസസോ എന്നെ ഇതുപോലെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. ഭയങ്കരമായിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തൊരു ക്യാരക്ടറാണത്. അപ്പോൾ സഞ്ജയിനെ സംബന്ധിച്ചു, അപ്പം ഞങ്ങൾ ഈ സിനിമ സ്വപ്നം കാണുന്നു, ആ സിനിമ നടക്കുന്നു. എന്നെ ഞെട്ടിച്ചെന്ന് പറയാൻ കാരണം, ഇന്നലെ ഞാൻ സാധാരണ ന്യൂൺ ഷോയിലൊക്കെ ഫാൻസ് വരും എന്നൊക്കെ പറയും, ഇത് പെൺകുട്ടികൾ, സമൂഹം ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ദൈവം ഇത് സംഭവമാണ്. കാരണം വെച്ചാൽ ഇത് ഞാൻ കാണുകയാണ്. നമ്മൾ അത്ഭുതം കാണുമ്പോഴല്ല മനസ്സിലാവുക. ഞാൻ PVR പടം കണ്ടു, തിരിച്ചു വന്നപ്പോൾ ഫാമിലി ഓഡിയൻസ്, ലൈക്ക് സ്ത്രീകൾ. ഇന്ന് രാവിലെ എന്നെ ഡിസ്ട്രിബ്യൂട്ടർ വിളിച്ചിട്ട് പറയുകയാണ്, പക്ഷേ ഒരു വൻ നിരയാണ് പെൺകുട്ടികളുടെ ഒരു. അപ്പോൾ ഇത്രയും ആളുകൾ ഈ ആളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. നമ്മൾ ഈ മാണിക്യം കയ്യിൽ എത്ര കാലം ഒളിപ്പിച്ച് വെച്ചാൽ അത് മാണിക്യം തന്നെ ആയിരിക്കും എത്ര കാലം കഴിഞ്ഞാൽ. ഞാൻ മഞ്ജു ആദ്യം അഭിനയിക്കാൻ വന്നപ്പോൾ മഞ്ജുവിൻ്റെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഓരോ ചോദ്യം. അപ്പോൾ ഞാൻ ആളെ കണ്ണിൽ നോക്കുമ്പോഴും ആ ഒരു ത്രസ്റ്റ് ഉണ്ട്, ഈ ആക്ടിങ്ങിനോടുള്ള ത്രസ്റ്റ്, ആ ഒരു അടങ്ങാത്തൊരു ആഗ്രഹം ഉണ്ടല്ലോ, അത് ആളുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് അതാണ്. ഇതിൻ്റെ കണ്ടൻറ്റ്, അതിനോടൊപ്പം തന്നെ മഞ്ജു വാര്യരുടെ തിരിച്ചുവരവ്, ഈവൻ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയിരിക്കുന്ന സംവിധായകരും എന്നെ വിളിക്കുന്ന ആൾക്കാരും പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു പെർഫോമൻസ്, കൺട്രോൾഡ് ആക്ടിങ് ചാക്കോച്ചൻ ചെയ്തിട്ടുണ്ട്. ഈവൻ കുഞ്ചൻ ചേട്ടൻ, പ്രേംപ്രകാശ്, ശശികലായിട്ട് അഭിനയിച്ച ആ കുട്ടി, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ആൾക്കാരും, ഓരോ വ്യക്തികളും ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ഈവൻ കലാരഞ്ജിനി ചേച്ചിയുടെ ശബ്ദം ആദ്യമായി ഉപയോഗിച്ചൊരു സിനിമയാണ്. അപ്പോൾ ആ ശബ്ദം എടുക്കുന്ന സമയത്ത്, ഡബ് ചെയ്യുന്ന സമയത്ത് കൽപ്പന ചേച്ചി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. പലരും ആ ശബ്ദത്തെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു.
അപ്പോൾ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിനെ സംബന്ധിച്ച് ഇതൊക്കെയാണ് ഞങ്ങളുടെ എൻജോയ്മെൻറ്റ്, ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ റിസൾട്ടാണ് ഇപ്പം ഈ ഒരു വിജയം. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു റീസെൻറ്റ് ട്രെൻഡൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു നടൻ്റെ ഒരു എക്സ്റ്റീരിയർ പെർഫോമൻസ് അല്ലെങ്കിൽ മാനറിസത്തെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടിയൊക്കെ അവരുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തൊരു മാനറിസമോ പെർഫോമൻസ് ഒക്കെ. അത്തരത്തിൽ മഞ്ജു വാര്യർ കഴിഞ്ഞ 14 വർഷത്തിനുള്ളിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പിംഗ്സിലോ മഞ്ജു വാര്യരുടെ ഒരു സെലക്റ്റഡ് പെർഫോമൻസായി പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന രീതികളും അല്ലെങ്കിൽ അഭിനയ രീതിയും മാനേഴ്സൊക്കെ അതിനെ കൂടി കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് സംവിധായകൻ്റെ ഒരു തന്ത്രമായി ഇതിലുണ്ടായിരുന്നു. തന്ത്രമല്ല, 1-2 കാര്യം. ഇപ്പോൾ ചന്ദനം തേച്ചിട്ടുള്ള മഞ്ജു വാര്യർ എനിക്ക് വളരെ ഇഷ്ടമാണ് കാണാൻ. പിന്നെ മഞ്ജു ചില സമയത്ത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു എനിക്ക് കാണിക്കാൻ പറ്റില്ല, അത് ഇങ്ങനെ വരുന്നൊരു സംഗതിയുണ്ട്, ഇവിടെ ഒരു കുമിള പോലെ വരും ഒരു സംഭവം. അത് അമ്മേനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ആ പടത്തിലുണ്ട്, അമ്മയെ കാണാൻ പോയിട്ട് അമ്മ പറയും അതിന് നാളെയല്ലേ നീ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോകണമെന്ന് പറയുമ്പോൾ ആളൊരു ഇങ്ങനെ ഇവിടെ ഒരു സംഭവം കൊണ്ടുവരും. അങ്ങനെ അതെല്ലാം കരുതിക്കൂട്ടി തന്നെ ചെയ്യിപ്പിക്കും. അങ്ങനെ ചില സാധനങ്ങൾ ആളുടെ അങ്ങനത്തെ ചില ജസ്റ്റേഴ്സും അങ്ങനത്തെ കരയുന്ന ചില സമയത്ത്. പിന്നെ ഇപ്പം ആക്ട് ചെയ്യാൻ ആൾ വന്നപ്പോഴും 1-2 സ്ഥലങ്ങളിൽ ആൾ പിന്നെ ഗ്ലിസറിൻ്റെ ആൾ തന്നെ ആൾ കരഞ്ഞിട്ടുണ്ട് മഞ്ജു. അപ്പം അതിനു മുൻപ് മഞ്ജുവിനോട് ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ആൾ ടക്കെന്ന് പറഞ്ഞ് ഇമോഷണലാവും. അപ്പോൾ ഇമോഷണലായിട്ട് ആൾ സാരി എടുത്തിട്ട് കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അപ്പോൾ ഇത് ഒരു സാഡിസ്റ്റ് മനോഭാവം ഉണ്ടെന്നാണ് പറയാം. ചില ഇത് മറ്റു സ്ഥലത്ത് ഉപയോഗിക്കാം. അങ്ങനത്തെ നമുക്കിതൊരു ഭ്രാന്തമായ ഒരു സമീപനമാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം എന്നെ പറയുന്നത് ഇപ്പോൾ ചന്ദനം തേച്ചിട്ട് ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്രസിഡന്റ് അവിടെ വരെ പോകുന്നത്, മനസ്സിലായി. പൊട്ടിയിടാത്ത വന്നിരിക്കുന്നത് ആ ബെഡ്റൂമിൽ എഴുന്നേൽക്കുമ്പോൾ മാത്രമേ പൊട്ടിയിടാതെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ചന്ദനം തേച്ചിട്ടുള്ള മഞ്ജു വാര്യർ ഇഷ്ടമാണ് ആൾക്കാർക്ക്. മഞ്ജു വാര്യരുടെ ഹ്യൂമർ ഇഷ്ടമാണ്. ഇപ്പോൾ നമുക്കറിയാം ആ ശശികലയോ എന്ന് പറഞ്ഞിട്ട് ആളൊരു തിരിയിലുണ്ട്, അതിലൊക്കെ ഞാൻ അൺബിലീവബിൾ ചിരിയാണ് തിയേറ്ററിൽ. അപ്പോൾ ഒരു ആക്ഷനിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, സിനിമ എപ്പോഴും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ചില ചിരികൾ കാണും, മനസ്സിലായി. ഇപ്പം ഹസ്ബൻഡിൻ്റെ അടുത്തിരുന്നിട്ട് സംസാരിച്ചിട്ട് പിന്നെ ആളുടെ അടുത്ത് പറയുന്ന ഇതാണ് ഇൻസ്പിറേഷൻ, അതാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭീര കൈയിലാണ് തിയേറ്ററിൽ. ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഇവിടെ കൈയടി കിട്ടിക്കോളും. അങ്ങനെ അത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു സാധനം ഇങ്ങനെ മുഖത്തോട്ട് കയറുന്ന പോലെ തോന്നും, മനസ്സിലായോ. അപ്പോൾ അതൊക്കെ പിന്നെ മഞ്ജുവിന് ഞാൻ ഷൂട്ടിംഗ് തീരാറായപ്പോഴാണ് ഞാൻ ഈ യൂട്യൂബും ഈ മറ്റേ ജിമെയിലും ആളുടെ ഫേസ്ബുക്കിലൊക്കെ കയറി. അപ്പോഴേ ഞാൻ ദൈവം ഇത്രയും ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല മഞ്ജു എന്നല്ല, മറ്റു ആൾ എന്ത് ചെയ്യണമെന്നോ. പക്ഷേ ഇതിൽ കുറേ കഴിഞ്ഞപ്പോൾ യൂട്യൂബിലും ആളെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾസും ഒക്കെ വായിച്ചപ്പോൾ ആളൊരു സംഭവം തന്നെയാണെന്ന് തോന്നി. അങ്ങനെ അപ്പോൾ ഏതായാലും ഇതിൽ ഈ സല്ലാപത്തിലൊക്കെ വന്നപ്പോൾ ഒരു ക്യാമറ കണ്ട് ഭയങ്കര കൗതുകപ്പെട്ട് ഭയങ്കര അമ്പരന്നിരുന്ന കുട്ടിയായിരുന്നു മഞ്ജു എങ്കിൽ ഇതിൽ നേരെ തിരിച്ച് റോഷൻ ആൻഡ്രൂസ് മഞ്ജു ആയിരുന്നു ഒരാളുടെ സെക്കൻഡ് ഇന്നിങ്സിൽ ചുമ്മാ പറയണതാണ്. ഞാൻ സല്ലാപല്ല, സാക്ഷ്യമായിരുന്നു എൻ്റെ ആദ്യത്തെ ചിത്രം. സല്ലാപം നായികയായിട്ട് അഭിനയിച്ച ആദ്യ ചിത്രമായിരുന്നു. പണ്ടുള്ളതിനെക്കാട്ടിലും കൂടുതലാണ് എനിക്കിപ്പോൾ പരിഭ്രമം, പേടിയൊക്കെ ഇപ്പോൾ കൂടുതലാണ്. അല്ലാതെ ഇതൊക്കെ ചുമ്മാ പറയണത്. എന്നാൽ പോലും നമുക്കറിയാം അതിൻ്റെ ഒരു ടെയിൽ എൻഡിൽ റോഷൻ ആൻഡ്രൂസ് കൂടി എല്ലാ സീനും അങ്ങനെ മാത്രം പെർഫോം ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായി കാണാം. അങ്ങനെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആക്ടിങ്ങിൽ റോഷൻ ആൻഡ്രൂസിൻ്റെ ഒരു പങ്കെത്ര മാത്രം ഉണ്ടായിരുന്നു ഇതിൽ ഇത് പറയാൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ സിനിമയിൽ നിരുപമ എന്താണോ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അത് റോഷൻ ആൻഡ്രൂസിൻ്റെ മനസ്സിലുള്ള റോഷൻ എനിക്ക് കാണിച്ചു തന്ന ഭാവങ്ങൾ അതേപോലെ ഡെലിവർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നു എന്നല്ലാതെ എനിക്ക് കാര്യമായിട്ട് ഇതിലൊന്നും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഒരു സീനൊക്കെ റോഷൻ വിഷ്വലൈസ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളൊരു സീൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏകദേശം ഒരു ഐഡിയ ഒരു സീനിനെ കുറിച്ച് വരും. പക്ഷെ അത് ചിലപ്പോൾ നമ്മുടെ മണ്ടത്തരം കൊണ്ട് നമ്മൾ എങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കും. പക്ഷെ അതിൽ ചെറിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ പോലും അതിലുണ്ടാവുന്ന ആ ഒരു ഇമ്പാക്റ്റിൻ്റെ വ്യത്യാസം ഭയങ്കര വലുതാണ്. അത് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു ടെക്നീഷ്യൻസിലൊരാളാണ് റോഷൻ. ഭയങ്കര സന്തോഷം. ഈ രണ്ടാം ഇന്നിങ്സിൽ സിനിമയിൽ തുടർന്നങ്ങോട്ട് സജീവമാകുമ്പോൾ വലിയൊരു കോൺഫിഡൻസിലേക്ക് തന്നെന്ന പെർഫോമറെയാണ് ഇത്രയും കാലമായി ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നത്. ആ ഒരു പെർഫോമൻസിൽ വ്യക്തിപരമായി കൂടി സാറ്റിസ്ഫൈഡ് ആക്കുന്നുണ്ട്. ഹൗ ഓൾഡ് ആർ യു? അങ്ങനെയല്ല, ഇത് ഇത്രയും വലിയൊരു വിജയമാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ആരെക്കൊണ്ട് മോശം പറയിക്കരുത്. എൻ്റെ അടുത്ത് ഞാൻ ചുമ്മാ അങ്ങനെ പറയരുത്. കാരണം ഞാൻ ചോദിച്ചേ മഞ്ജു ഇത് പിന്നെ
ഇത് ഒരു ഓക്കെ സിനിമയായിരിക്കും, ഇല്ല ഇല്ല ഇതെനിക്ക് സക്സസ് ആവണം, ഇതെനിക്ക് ഹിറ്റാക്കണം, എൻ്റെ Super hit ആവുന്നൊക്കെ നേരത്തെ സൂപ്പർ ഹിറ്റ് എനിക്കായ പറ്റൊരു വർഷം ആഗ്രഹമാണ് സൂപ്പർ ഹിറ്റ് ആയ പറ്റൊരു വർഷം ഞാൻ ഓക്കെ ശരി. ആഗ്രഹവും പ്രതീക്ഷയും ഞാൻ ഇന്ന് രാവിലെ ഇപ്പം ചോദിച്ചു, ഞാൻ വന്നിട്ട് ചോദിച്ചു, ഞാൻ കറക്റ്റായിട്ട് പറ സൂപ്പർ ഹിറ്റ് ആവണമെന്ന്, കറക്റ്റായിരുന്നു, ഹാപ്പി അല്ലേന്ന് ചോദിച്ചു. ഹാപ്പിയാണ്. ഗഡ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, എല്ലാവർക്കും മനസ്സിലായി, അത് ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പം അതൊക്കെ എല്ലാം ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, വളരെ വലിയൊരു ആഗ്രഹം വിജയമാവണമെന്ന് ആത്മവിശ്വാസം ആഗ്രഹം ഉണ്ടായിരുന്നു. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നിരുപമ അല്ലെങ്കിൽ 14 വർഷത്തിന് ശേഷം ക്യാമറയും മഞ്ജുവും തമ്മിൽ ഒരു തരത്തിൽ അകലം വന്നിട്ടില്ല എന്ന് പ്രേക്ഷകർക്ക് തോന്നില്ലല്ലോ. അതിനൊക്കെ ദൈവാനുഗ്രഹം അത്രേ ഉള്ളൂ. പിന്നെ കൂടെ ആ ഹോൾ ടീമിൻ്റെ ഒരു സപ്പോർട്ട് ഞാനിവിടെ പ്രത്യേകം ഓർക്കണം. ഓരോ ടീം യൂണിറ്റിലെ ഓരോ അംഗവും എനിക്ക് തന്നിട്ടുള്ള ഒരു കെയറും സപ്പോർട്ടും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ ഭയങ്കര വലുതായിരുന്നു. അത് ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് ഒന്നും ആരും ഒരു തരത്തിലും ഫീൽ ചെയ്യിച്ചില്ല. റോഷൻ്റെ അസിസ്റ്റൻസും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, ഇപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ആർട്ടിലും പ്രൊഡക്ഷനിലും അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ്, ഒരു ടീം വർക്കിൻ്റെ റിസൾട്ടാണത്.